ജനീവ മോട്ടോർ ഷോയിൽ അവതരിപ്പിച്ച ടാറ്റ എന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ 7 സീറ്റർ വാഹനമായിരുന്നു ടാറ്റ ബസാഡ് എന്ന് പറയുന്നത്. മുൻപ് ടാറ്റ അവതരിപ്പിച്ച ടാറ്റ ഹാരിയർ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഒരു 7 സീറ്റർ വകഭേദം കൂടിയായിട്ടാണ് ടാറ്റ ബസാഡിനെ ടാറ്റ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ആളുകൾ അത് കാത്തിരിക്കുകയും ചെയ്തു. മാത്രമല്ല ഒരുപാട് മീഡിയാസ് അപ്കമ്മിങ് ആയിട്ടുള്ള ഒരുപാട് SUVകളുടെ കൂട്ടത്തിൽ ടാറ്റ ബസാഡിനെയും എണ്ണിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ടാറ്റ ഒഫീഷ്യലി ഈ ടാറ്റയുടെ 7 സീറ്റർ വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഹാരിയറിൻ്റെ 7 സീറ്റർ വകഭേദത്തിൻ്റെ പേര് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതാണ് ടാറ്റ ഗ്രാവിറ്റാസ് എന്ന് പറയുന്നത്. ടാറ്റ ഗ്രാവിറ്റാസ് എന്ന വാഹനം 7 സീറ്ററാണ്, ഹാരിയറിൻ്റെ 7 സീറ്ററാണ്. ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2020 ഫെബ്രുവരിയിലാണ്. കമ്പനി പറയുന്നതും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാവുന്ന സമയത്ത് ഒരുപക്ഷെ 2020 നടക്കുന്ന ഓട്ടോ എക്സ്പോയിലായിരിക്കും ടാറ്റ ഹാരിയറിൻ്റെ ഈ 7 സീറ്റർ വാഹനം, അതായത് ടാറ്റ ഗ്രാവിറ്റാസിനെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അങ്ങനെ പുറത്തിറക്കുന്ന ഈ ഗ്രാവിറ്റാസിനെ കുറിച്ച് ചെറിയ ഒരു പഠനം നടത്തുകയാണ് ഇന്നത്തെ വീൽ ടോക്സിൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കാണുന്ന സമയത്ത് ടാറ്റ ഹാരിയറിനേക്കാളും കുറച്ചുകൂടി ഒരു വലിയ വാഹനമായിട്ടാണ് നമുക്ക് ടാറ്റ ഗ്രാവിറ്റാസിനെ ഫീൽ ചെയ്യുന്നത്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊരു 7 സീറ്റർ വാഹനമാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇതിലൊരു 3rd റോ കൂടി വരുന്നുണ്ട്. ഈ 3rd റോയിലുള്ള ആളുകൾക്ക് അത്യാവശ്യം മോശമല്ലാത്ത ഹെഡ് റൂം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തരത്തിൽ ബാക്ക് ഭാഗത്ത് കുറച്ചുകൂടി ഉയരം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നതിൻ്റെ ഏകദേശ കുറച്ച് കാര്യങ്ങളാണ്. ഇതിലൊരു പക്ഷേ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം, എന്നാലും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഒരു പാനോരമിക് സൺറൂഫ് ഇതിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. ടാറ്റ ഹാരിയർ നമ്മൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സൺറൂഫിൻ്റെ മിസ്സിങ് ഇതിനകത്ത് വരുന്നുണ്ട്, ഒരു സൺറൂഫ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളത്. അവർക്കും കൂടിയുള്ള ഒരു മറുപടി ആയിട്ടാണ് ടാറ്റ ഗ്രാവിറ്റാസിൻ്റെ അകത്ത്, അതായത് ടാറ്റ ഹാരിയറിൻ്റെ എല്ലാ ലുക്കോടും കൂടിയിട്ടുള്ള വാഹനത്തിൻ്റെ അകത്ത് നമുക്ക് സൺറൂഫ് കൂടി വരുന്നുണ്ട്. ടാറ്റ ഹാരിയറിലുള്ളതിനേക്കാളും കൂടുതൽ ഓപ്ഷൻസ് ഉള്ള ഒരു വലിയ അലോയ് വീൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു 19 ഇഞ്ച് അലോയ് വീൽ ആവാൻ സാധ്യതയുണ്ട്. എന്നാൽ ചില മീഡിയാസിൽ ഒരു 18 ഇഞ്ചിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കിഡ്ലൻ അലോയ് വീൽ ഹാരിയറിൽ നിന്ന് വ്യത്യാസമായിട്ട് തന്നെ ടാറ്റ ഗ്രാവിറ്റാസിൻ്റെ അകത്ത് വരുന്നുണ്ട്. ടാറ്റ ഹാരിയറിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ള ലാൻഡ് റോവറിൻ്റെ D8 ഒമേഗ പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ ഗ്രാവിറ്റാസിൻ്റെ അകത്തും യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ടാറ്റ ഒരു സൂചന തരുന്നുണ്ട്. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 4661 മില്ലിമീറ്റർ ലെങ്ത്തും 1864 മില്ലിമീറ്റർ വിടുത്തുമാണ് ഈ വാഹനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ 1786 മില്ലിമീറ്റർ ഹൈറ്റും ഈ വാഹനത്തിനുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ടാറ്റ ഹാരിയറിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് 80 മില്ലിമീറ്റർ ഉയരം കൂടുതലാണ് ഈ വാഹനത്തിന്. അതായത് ടാറ്റ ഹാരിയറിനേക്കാളും കുറച്ചുകൂടി വലിയ വണ്ടിയാണ്. അതുമാത്രമല്ല നമുക്കൊരു 63 മില്ലിമീറ്റർ നീളവും കൂടുതലാണ്. ഹാരിയറിനേക്കാളും 63 മില്ലിമീറ്റർ വലുതാണ് ഈ വാഹനം എന്ന് ചുരുക്കം. പിന്നെ പ്രധാനമായിട്ടൊരു ചേഞ്ച് വരുന്നത് 170 HP അകത്തും 350 Nm ടോർക്കിനകത്തും വർക്ക് ചെയ്യുന്ന BS6 മര്യാദകളെല്ലാം പാലിക്കുന്ന ഒരു 2 ലിറ്റർ ക്രയോടെക് ഡീസൽ എഞ്ചിനാണ് നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് BS6, അതായത് ടാറ്റ ഹാരിയറിൻ്റെ ഒരു BS6 എഡിഷൻ ആണ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാൻ പറ്റും. കാരണം അത്തരത്തിലുള്ള ഒരു എൻജിൻ കപ്പാസിറ്റിയാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. മാത്രമല്ല ഹാരിയറിൽ കണ്ടതിനേക്കാളും പെർഫോമൻസ് കൂടുതലുള്ള അല്ലെങ്കിൽ ഹോഴ്സ് പവർ കൂടുതലുള്ള ഒരു എൻജിനാണ് ഗ്രാവിറ്റാസിൽ വരുന്നത് എന്നും നമുക്ക് പറയാൻ പറ്റും. പിന്നെ ട്രാൻസ്മിഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും അതുപോലെ തന്നെ ഒരു 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമാണ് നമ്മൾ ഗ്രാവിറ്റാസിൻ്റെ അകത്ത് പ്രതീക്ഷിക്കുന്നത്. ഗ്രാവിറ്റാസിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് റേഞ്ച് അല്ലെങ്കിൽ പ്രൈസ് റേഞ്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 20 ലക്ഷം മുതൽ തുടങ്ങിയിട്ട്, അതായത് ഒരു 20 ലക്ഷത്തിൽ താഴെ തുടങ്ങിയിട്ട് അവിടുന്ന് അങ്ങോട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ പ്രൈസിൻ്റെയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഫീച്ചേഴ്സിൻ്റെയും കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. അപ്പോൾ പുതുതായിട്ട് അനൗൺസ് ചെയ്തൊരു വാഹനം ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരുന്ന ദിവസങ്ങളിൽ ടാറ്റ പുറത്തു വിടാൻ സാധ്യതയുണ്ട്, വരുമായിരിക്കും. എന്തായാലും 2020 ഫെബ്രുവരിയിൽ നമ്മൾ ഈ വാഹനത്തിൻ്റെ ലോഞ്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ടാറ്റ ഗ്രാവിറ്റാസ് എന്ന് പറയുന്ന ടാറ്റ ഹാരിയറിൻ്റെ 7 സീറ്റർ വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്ര നേരം വളരെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതിൽ നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.